വെലങ്ങാട് ദുരന്തവുമുണ്ടായത്. കഴിഞ്ഞ മാസം 30-ന് വാണിമേൽ ഗ്രാമപഞ്ചായത്തിലും അടിച്ചിപ്പാറ മലയിലുമുണ്ടായ ഉരുൾപൊട്ടൽ നേരത്തെ ഇവിടെ പരാമർശിച്ചതാണ്. പന്നിയേരി, മലയങ്ങാട്, കമ്പളിപ്പാറ, പാനവും കൂറ്റല്ലൂർ ഈ ഭാഗങ്ങളിലാണ് ചെറുതും വലുതുമായ ഉരുൾപൊട്ടലും മണ്ണിടിച്ചിലും ഉണ്ടായത്. അവിടെ പ്രാഥമിക പരിശോധന നടന്നിട്ടുണ്ട്. ഉണ്ടായ നഷ്ടത്തിൻ്റെ തോത് റവന്യൂ അധികാരികൾ കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. അത് റിപ്പോർട്ട് ചെയ്തിട്ടുമുണ്ട്. അതോടൊപ്പം തന്നെ പഞ്ചായത്ത് എഞ്ചിനീയറിംഗ് വിഭാഗത്തിൻ്റെ അസസ്മെൻറ്റിന് ശേഷമുള്ള കണക്കും ലഭിക്കാനിരിക്കുകയാണ്. ഇപ്പോൾ കലക്ടർ റിപ്പോർട്ട് വിശദമായി അയച്ചിട്ടുണ്ട്. ആ റിപ്പോർട്ടിൻ്റെ വിശദാംശങ്ങളിലേക്ക് ഇപ്പോൾ ഞാൻ കടക്കുന്നില്ല. റവന്യൂ മന്ത്രിയുടെ അധ്യക്ഷതയിൽ വിലങ്ങാട് പ്രത്യേക യോഗം ചേർന്ന് സ്ഥിതിഗതികൾ വിലയിരുത്തിയിരുന്നു. ദുരന്തബാധിത പ്രദേശത്ത് റവന്യൂ മന്ത്രിക്ക് പുറമെ വനം, പൊതുമരാമത്ത്, ജലവിഭവം, കൃഷി ഇത്രയും വകുപ്പ് മന്ത്രിമാരും അവിടെ സന്ദർശിച്ചിരുന്നു. തകരാറിലായ വൈദ്യുതി ബന്ധം പുനരാരംഭിക്കാനായി 4 കിലോമീറ്റർ നീളത്തിൽ പുതുതായി അവിടെ ലൈൻ വലിക്കേണ്ടി വന്നു. യഥാർത്ഥത്തിൽ 100ഓളം ജീവനക്കാർ രാപ്പകൽ അധ്വാനിച്ചാണ് അത് പൂർത്തിയാക്കിയത്. അതോടൊപ്പം 4 കിലോമീറ്ററോളം പ്രദേശത്ത് നിലവിലെ ലൈനിൽ അറ്റകുറ്റപ്പണികൾ നടത്താനുണ്ടായിരുന്നു. അങ്ങനെയാണ് വൈദ്യുതി ബന്ധം പുനഃസ്ഥാപിക്കാനായത്. ഉരുൾപൊട്ടലിൽ രേഖകൾ നഷ്ടപ്പെട്ടവരുണ്ട്. അവർക്ക് പകരം രേഖകൾ ലഭ്യമാക്കും. അവിടെ ഓഗസ്റ്റ് 16-ന് പ്രത്യേക അദാലത്ത് സംഘടിപ്പിച്ചിട്ടുണ്ട്. വിവിധ വകുപ്പുകൾ സംയുക്തമായി നടത്തുന്നൊരു അദാലത്താണിത്. അപ്പോൾ എല്ലാവിധ രേഖകളും സർട്ടിഫിക്കറ്റുകളും നഷ്ടപ്പെട്ടു പോയത് ലഭ്യമാക്കാൻ തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. അതോടൊപ്പം ഉരുൾപൊട്ടലുണ്ടായ സ്ഥലങ്ങളുടെ നിലവിലെ സ്ഥിതിഗതികൾ പഠിക്കാനും ഇവിടെ തുടർവാസം ഇനി തുടർന്നങ്ങോട്ട് അവിടെ താമസിക്കാൻ പറ്റുമെന്നുള്ളത് സാധ്യമാണോ എന്ന് പരിശോധിക്കുന്നതിനുമായി ജിയോളജി, ഹൈഡ്രോളജി, മണ്ണ് സംരക്ഷണം ഈ വകുപ്പുകളിലെ ഉദ്യോഗസ്ഥരും ഹസാർഡ് അനലിസ്റ്റും ഈ പ്രദേശങ്ങളിൽ സന്ദർശനം നടത്തി വരുന്നുണ്ട്. വിലങ്ങാട് മേഖലയിൽ ഉരുൾപൊട്ടൽ മൂലം പ്രയാസമനുഭവിക്കുന്നവർക്ക് അതിവേഗം ആശ്വാസവും പുനരധിവാസവും സാധ്യമാക്കാനുള്ള നടപടികൾ പുരോഗമിക്കുകയാണ്.